ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ലൈക്ക് പ്ലാനിങ്, അതായത് ഓരോ ലൈക്ക് ഒരു കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ അതിന്റെ പ്ലാനിങ് എങ്ങനെയാണ് ഫ്രം ദി ബിഗിനിങ് നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം, അത് നമ്മുടെ ERP യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് പ്ലാനിങ് ചെയ്യാമെന്ന് നോക്കാം. സ്ക്രീന് കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലോ അല്ലേ? സ്ക്രീന് കാണുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്യാവോ? ഏഞ്ചൽ സ്ക്രീൻ, ഹലോ. ഓക്കെ. സോ എങ്ങനെ നമുക്ക് പ്ലാനിങ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. സോ നമുക്ക് ഇവിടെ ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ മാസ്റ്റേഴ്സിൽ പ്രൊജക്റ്റിനകത്ത് നമുക്ക് ആഡ് ഓർ എഡിറ്റ് ടാസ്ക് ഇൻ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിൽ കൂടെയാണ് നമുക്ക് പ്രൊജക്റ്റ് പ്ലാനിങ് ചെയ്യേണ്ടത്. അപ്പൊ ഞാനിപ്പോ അതെടുത്തു. അതായത് നമുക്ക് മാസ്റ്റേഴ്സിൽ പ്രൊജക്റ്റിൽ ആഡ് ഓർ എഡിറ്റ് ടാസ്ക് ഇൻ പ്രൊജക്റ്റ് എടുത്തു. ഓക്കെ. ഞാൻ എൻ്റെ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യാണ്. നമുക്കിപ്പോൾ ഒരുപാട് പ്രൊജക്ട്സ് ഉണ്ട്. ഞാനിപ്പോൾ കറന്റ്ലി റൺ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്, ജഗൻ ആൻഡ് മഞ്ജു എന്ന് പറഞ്ഞിട്ട്. ഇതിനകത്ത് കുറേ ലെവൽസ് ഉണ്ട്. ലെവൽസ് എന്താണെന്നൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് നമ്മുടെ ഒരു, ഫോർ എക്സാമ്പിൾ ഇതൊരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ്. അപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആകുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഫൗണ്ടേഷൻ കാണും, പിന്നെ ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, ദെൻ ഹെഡ് റൂം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇമാജിൻ ചെയ്യാൻ എളുപ്പത്തിന് ഗ്രൗണ്ട് ഫ്ലോർ ആണ് സെലക്ട് ചെയ്യുന്നത്. സോ ഈ ഗ്രൗണ്ട് ഫ്ലോറിനകത്ത് തന്നെ കണ്ടോ കുറേ ടാസ്ക് വരുന്നുണ്ട്. അതായത് ഒരു ഗ്രൗണ്ട് ഫ്ലോർ, നമ്മുടെ വീട് തന്നെ നമ്മളിപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ വരും? കോളം ഉണ്ടാവും. അപ്പം കോളത്തിന്റെ റീബാർ വർക്ക്, പിന്നെ കോളത്തിന്റെ ഷട്ടറിങ്, കോളം കോൺക്രീറ്റിംഗ്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഷട്ടറിങ് ഡീഷട്ടറിങ് ചെയ്യുന്നു. പിന്നെ മുകളിൽ കോളം കഴിഞ്ഞിട്ട് വരുന്ന ബീം ആൻഡ് സ്ലാബിന്റെ ഷട്ടറിങ് ചെയ്യുന്നു, റീബാർ വർക്ക് ചെയ്യുന്നു. പിന്നെ ഇലക്ട്രിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു ജസ്റ്റ് ബിഫോർ കോൺക്രീറ്റിംഗ്. പിന്നെ എന്താണ് കോൺക്രീറ്റിംഗ്, സ്ലീബ് ആൻഡ് ബീമിന്റെ കോൺക്രീറ്റിംഗ്, ഡീഷട്ടറിങ്. പിന്നെ നമ്മൾ ബ്രിക്ക് വർക്ക് ചെയ്യുന്നു, ലിൻഡൽസ് പ്രൊവൈഡ് ചെയ്യുന്നു, പിന്നെ ഇന്നർ പ്ലാസ്റ്ററിങ്, ഔട്ട്സൈഡ് പ്ലാസ്റ്ററിങ്, സീലിംഗ് പ്ലാസ്റ്ററിങ്, ഇങ്ങനത്തെ കുറെ ടാസ്കുകൾ ഉണ്ട്. അപ്പൊ ഇതില് നമ്മുടെ പ്രൊജക്റ്റ്, പിന്നെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നതാണ് നമ്മുടെ ലെവൽ, ആൻഡ് ഇതൊക്കെയാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഈ ടാസ്ക്, അതായത് ഈ എങ്ങനെ നമുക്ക് ഈ ടാസ്ക് നമുക്ക് സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആദ്യം ഏത് ടാസ്ക് ആയിരിക്കും വരുന്നത്, ആ ടാസ്ക് ഫോർ എക്സാമ്പിൾ കോളം റീബാർ വർക്കാണ് ഫസ്റ്റ് ടാസ്ക്, അത് കഴിഞ്ഞിട്ട് ഏത് ടാസ്ക്, അല്ലെങ്കിൽ ഈ കോളം റീബാർ വർക്ക് എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു, ഇങ്ങനെ ഒരു പ്രോപ്പർ പ്ലാനിങ് നമുക്ക് ക്ലയന്റിന് കൊടുക്കാനായിട്ടും നമ്മുടെ വർക്കിന്റെ ഒരു സ്മൂത്ത്നെസ്സിനും വേണ്ടിയിട്ട് നമ്മൾ പ്ലാനിങ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോ ലൈക്ക് ഇതാണ്. അപ്പം ഈ ഒരു എന്താ പറയാ, ഈ ഒരു എക്സിക്യൂഷനെ നമുക്ക് ഗ്രാഫിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഗാൺ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഗൺ ചാർട്ട് എന്ന് പറയുമ്പോൾ ഞാനിപ്പോ ഈ പറഞ്ഞ എക്സിക്യൂഷൻ, അതായത് ഓരോ ടാസ്ക് കഴിഞ്ഞ് ഏത് ടാസ്ക് വരുന്നു, അല്ലെങ്കിൽ ഓരോ ടാസ്കിനും എത്ര ദിവസം, ഓരോ വർക്കിനും എത്ര ദിവസം വരുന്നു എന്നൊക്കെ നമുക്ക് ഗ്രാഫിക്കലി അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഗൺ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഈ ഒരു പ്രൊജക്റ്റിൽ നമുക്ക് ആദ്യം വരുന്ന ഒരു ടാസ്ക്, ഒരു സൈറ്റ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് സൈറ്റിന്റെ ക്ലീനിങ് അതൊരു ലെവലായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഫൗണ്ടേഷനിൽ നമ്മൾ സാൻഡ് പൈലിംഗ് ചെയ്യുന്നുണ്ട്, അതൊരു ലെവലാണ്. പിന്നെ സൈറ്റ് പ്രിപ്പറേഷൻ, സൈറ്റ് എല്ലാം ക്ലീൻ ചെയ്ത് നമുക്ക് ഫൗണ്ടേഷന് വേണ്ടിയിട്ട് സൈറ്റ് പ്രിപ്പയർ ചെയ്തിടുക. നെക്സ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ലെവൽ ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, റീറ്റെയിനിങ് വാൾ ഉണ്ട്, നമുക്ക് ഇവിടെ കോമ്പൗണ്ട് വാളും റീറ്റെയിനിങ് വാളും ഉണ്ട്. പിന്നെ ഹെഡ് റൂം, പ്ലാസ്റ്ററിങ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ ലെവൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ചും കൂടി ഇമാജിൻ ചെയ്യാൻ എളുപ്പത്തിന് ഞാൻ ഗ്രൗണ്ട് ഫ്ലോർ ആണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടോ, ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഇങ്ങനെയാണ് ഒരു പ്ലാനിങ്ങിന്റെ, നമ്മളിപ്പോ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ ERP-യിൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്ലാനിങ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ കണ്ടോ മുകളിൽ നെയിം എന്തൊക്കെ നെയിം, അല്ലെങ്കിൽ എന്തൊക്കെ ടാസ്ക് നെയിം ആണെന്നുള്ളതാണ് നെയിം. പിന്നെ എന്താണ് സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും. അതായത് ഫോർ എക്സാമ്പിൾ ഈ കോളം റീബാർ വർക്ക്, ഈ കോളം റീബാർ വർക്ക് നമ്മൾ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 2025 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 10 ഡേയ്സ് കൊണ്ട് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിന്റെ കോളം, അതാണ് ഈ ഡ്യൂറേഷൻ. ഈ എൻഡ് ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു 10 ഡേയ്സ്, 22 10 ഡേയ്സ് കഴിയുമ്പോൾ എത്രയാണ് എൻഡ് ഡേറ്റ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
പിന്നെ ദേ ഇവിടെ സൈഡിൽ നമുക്ക് കളറായിട്ടുള്ള ഐക്കൺ ഉണ്ട്. ഇത് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ചാൽ, ഗ്രീൻ ആണെങ്കിൽ ദ വർക്ക് ഈസ് ഓൺ ഗോയിങ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പൊ നമുക്ക് സാൻഡ് പൈലിംഗ് ഗ്രീൻ ആണ്. കറന്റ്ലി സൈറ്റിൽ സാൻഡ് പൈലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്കത് ഗ്രീൻ ആയിട്ട് കാണിക്കുന്നു. ദെൻ ഇതിപ്പം നമുക്ക് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന വർക്കാണ്, അതുകൊണ്ട് നമ്മൾ അത് ഹോൾഡിലാണ് കാണിക്കുന്നത്. പിന്നെ റെഡ് ആണെങ്കിൽ നമുക്കത് എന്താണ് ലൈക് ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണ്. ഇപ്പൊ സൈറ്റ് ക്ലീനിങ് മുകളിൽ റെഡ് കാണിക്കുന്നുണ്ട്, അത് ഓൾറെഡി കഴിഞ്ഞതാണ്. ഗ്രീൻ ആണെങ്കിൽ ഓൺ ഗോയിങ്. ഓക്കെ, അപ്പം അതാണ് ഈ ഒരു കളർ സിമ്പിൾ നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം അതുണ്ട്, നെയിം ഉണ്ട്, സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ്, ഡ്യൂറേഷൻ. DUR ഡോട്ട് എന്ന് പറയുമ്പോൾ ഡ്യൂറേഷൻ ആണ്, അതായത് ഓരോ ടാസ്ക്. ഇപ്പൊ ഷട്ടറിങ് ഓഫ് കോളം എത്ര ഡേയ്സ്, 10 ഡേയ്സ്. അല്ലെങ്കിൽ താഴോട്ട് വരുമ്പോൾ ബ്രിക്ക് വർക്ക് എത്ര ഡേയ്സ് ആണ്, 20 ഡേയ്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും. സോ അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉള്ളത് DP ഡോട്ട് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻസി ആണ്. ഡിപ്പെൻഡൻസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഓരോ വർക്കും സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഫ്രം ദി ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ നമുക്ക് താഴെ നിന്നാണ് നമ്മൾ മുകളിലോട്ട് വരുന്നത് അല്ലെ. അപ്പൊ ഈ ഗ്രൗണ്ട് ഫ്ലോറിന്റെ കേസ്, ഇപ്പൊ ഫൗണ്ടേഷൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഇപ്പം ഇതിന്റെ ഈ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഡിപ്പെൻഡൻസി നോക്കിയാൽ തന്നെ നമുക്കറിയാം, നമ്മുടെ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത്. അപ്പൊ ഫൗണ്ടേഷൻ നമുക്ക് തീരുന്നത് 32 എന്നൊരു നമ്പറിലാണ്. ആ സീരിയൽ നമ്പർ ആണ് ഇവിടെ നോക്കേണ്ടത്. ഈ 32 ഉദ്ദേശിക്കുന്നത് ഈ സീരിയൽ നമ്പർ ആണ്. ആ 32, അതായത് ഫൗണ്ടേഷൻ നമ്മൾ പ്ലിന്ത് എല്ലാം ചെയ്തു, ടെർമൈറ്റ് പ്രൂഫിംഗ് ഒക്കെ ചെയ്തു, DPC ഡാം പ്രൂഫ് കോഴ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ട്, അതാണ് ആ 32 എന്ന് പറയുന്ന നമ്പർ. ഇപ്പോൾ ഇവിടെ DPC റെപ്രസെന്റ്. ഇപ്പൊ DPC കഴിഞ്ഞ് ഒരു 3 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കോളം റീബാർ വരുന്നത്. അപ്പൊ 32 + 3 എന്ന് ഉദ്ദേശിക്കുന്നത് 32ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ DPC ആണ്. DPC കഴിഞ്ഞ് +3 ഡേയ്സ്, ഒരു 3 ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മൾ കോളം റീബാർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇവിടെ എൻഡ് ഡേറ്റ് 17 ആണ്. 17 + 3. ഓക്കെ, ചിലപ്പോൾ ഇതിൽ ഹോളിഡേയ്സ് ഉണ്ടെങ്കിൽ ആ ഹോളിഡേയ്സും കൂടി ആഡപ്പ് ആവും. അതാണ് ഇവിടെ 22 എന്ന് കാണിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ ഡിപ്പെൻഡൻസി ഇടുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ കോളം റീബാർ വർക്ക് നമ്മൾ 32 ഇട്ടു. അത് കഴിഞ്ഞ് നമുക്ക് ബീം ആൻഡ് സ്ലാബ് കോളം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലേ നമുക്ക് ബീം ആൻഡ് സ്ലാബിന്റെ റീബാറും അതിന്റെ ഷട്ടറിങ്ങും കോൺക്രീറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ബീം ആൻഡ് സ്ലാബിന് നമ്മൾ കണ്ടോ 36 + 2, 36 +2, അതായത് 36 എന്ന് പറയുമ്പോൾ കോളം കോൺക്രീറ്റിംഗ് കഴിഞ്ഞ് ഒരു 2 ഡേയ്സ് ഓർ ആ ഒരു പീരീഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബീം ആൻഡ് സ്ലാബിന്റെ ഷട്ടറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആ രീതിക്കാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ കോളം എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ മെമ്പർ ആണ്. വെർട്ടിക്കൽ മെമ്പർ നമുക്ക് ഡീഷട്ടറിങ് ചെയ്യാനൊക്കെ 24 hours മതി. ഇപ്പൊ ബീം ആൻഡ് സ്ലാബ് കഴിഞ്ഞിട്ട് ബ്രിക്ക് വർക്ക് ഒക്കെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എനിക്ക് കുറച്ചൊരു ടൈം വേണം. ഇപ്പൊ കണ്ടോ, ഈ ബീം ആൻഡ് സ്ലാബ് കോൺക്രീറ്റിംഗ് കഴിഞ്ഞ് മിനിമം ഒരു 3 to 7 ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കണം ഞാൻ ഡീഷട്ടറിങ് ചെയ്യേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് കോഡ് റെഫർ ചെയ്തിട്ട് ആ ഒരു ഡീഷട്ടറിങ് പീരീഡ് എത്രയാണ്, അല്ലെങ്കിൽ സ്ലാബ് കഴിഞ്ഞ് എത്ര ഡേയ്സ് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. അതനുസരിച്ച് നമുക്ക് ഡിപ്പെൻഡൻസി കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ഡിപ്പെൻഡൻസി കൊടുക്കുന്നു. പിന്നെ അസൈനീസ് എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ഈ ഒരു പ്രൊജക്ട് അസൈൻ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ പേര് ജസ്റ്റ് ഇതിൽ കാണിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു ടേബിൾ ഫോർമാറ്റിൽ നമുക്ക് പ്ലാനിങ് നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടോ? ഹലോ? ഓക്കെ, ഫൈൻ. സോ ഇതിനി നമുക്ക് എങ്ങനെ ഗൺ ചാർട്ടിൽ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ്. ഗൺ ചാർട്ടിൽ നമുക്കിത് കണ്ടോ, ഇത് ഇങ്ങനെയാണ് നമ്മൾ ഗൺ ചാർട്ടിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്കിവിടെ സൂം ഇൻ സൂം ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അൺഡു റീഡു, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ടാസ്ക് എൻ്റർ ചെയ്തു, അത് നമുക്ക് മിസ്റ്റേക്ക് ആയി അൺഡു ചെയ്യണമെങ്കിൽ അൺഡു ചെയ്യാം. ഇനി അൺഡു ചെയ്ത ടാസ്ക് റീഡു ചെയ്യണമെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് റീഡു ചെയ്യാം. സൂം ഔട്ട് ഉണ്ട്, സൂം ഇൻ ഉണ്ട്, പിന്നെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഗൺ ചാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് തന്നെയാണ്. ആ ഡിപ്പെൻഡൻസി കണ്ടോ, കോളം റീബാർ വർക്ക് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഷട്ടറിങ് ഓഫ് കോളം, നെക്സ്റ്റ് കോളം ഷട്ടറിങ് കഴിഞ്ഞ് നമ്മൾ കോളം കോൺക്രീറ്റിംഗ് ചെയ്യുന്നു. നെക്സ്റ്റ് അത് കഴിഞ്ഞ് ഈ ഒരു ഹൈഫൺ അല്ല, ഈ ഒരു ആരോ മാർക്ക് പോയിരിക്കുന്നത് കണ്ടോ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡീഷട്ടറിങ് ചെയ്യുന്നു.
കോളം കോൺക്രീറ്റിങ്ങിനെ കണക്ട് ചെയ്താണ് ഞാനിവിടെ ബീം ആൻഡ് സ്ലാബിന്റെ ഷട്ടറിങ് ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് അത് മുകളിൽ നിന്ന് കോളം കോൺക്രീറ്റിങ് കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്ത് എങ്ങനെയാണ് നമ്മുടെ ഈ ടാസ്ക് ഒക്കെ വരുന്നത് എന്നുള്ളത് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഗൺ ചാർട്ട്. ഈ ഒരു ബാറിന്റെ ഈ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഡ്യൂറേഷൻ ആയിരിക്കും, ഡ്യൂറേഷന്റെ ഡേയ്സ് ആയിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് കണ്ടോ ഡിസംബർ, ജാനുവരി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഡേറ്റ് കാണാനായിട്ട് പറ്റും. ഇവിടെ കണ്ടോ ഓഗസ്റ്റിലുള്ള ഡേറ്റും കാര്യങ്ങളും മെൻഷൻ ചെയ്തിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ടേബിൾ ഫോർമാറ്റിൽ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡേറ്റ് തന്നെ ആയിരിക്കും കറസ്പോണ്ടിങ്ങിലി ഇവിടെ വരുന്നത്, ചാർട്ടിൽ വരുന്നത്. അത് നമ്മൾ ഏത് മന്ത് ആണ് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് മാറിയിട്ട് വരും. ഓക്കെ, ഇതിങ്ങനെ ഹൊറിസോണ്ടലി മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ടോട്ടൽ ഈ പ്രൊജക്ടിന് നമ്മൾ 312 ഡേയ്സ് ആണ് നമ്മൾ ടോട്ടലി ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാ ഡേയ്സും കൂടി ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ടോട്ടൽ 312 ഡേയ്സ് ഉണ്ട്. കണ്ടോ, സ്റ്റാർട്ടിംഗ് ഡേറ്റ് 15th, ക്ലീനിങ് ഡേറ്റ് തന്നെയാണ് നമ്മൾ വർക്കിന്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ്. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കും. ടോട്ടൽ എത്രയാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഡേയ്സ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഡേയ്സ് എന്നുള്ളത് മെൻഷൻ ചെയ്തിരിക്കും. ഓക്കെ, പ്ലാനിങ് ക്ലിയർ ആണോ? ഇതുപോലെ നമുക്ക് എല്ലാ ലെവലും, ഇപ്പൊ ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ, അതിലും നമുക്ക് ഇതുപോലെ നമുക്ക് പ്ലാനിങ്, നമുക്ക് ഡ്യൂറേഷനും നമ്പർ ഓഫ് ഡ്യൂറേഷൻ ഡേയ്സ് ഒക്കെ നമുക്ക് മെൻഷൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഡിപ്പെൻഡൻസി ഒരു സെക്കൻഡ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പ്ലാനിങ്ങിൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ പ്ലാനിങ് ചെയ്യുന്നത്, ഗൺ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്കിത് പ്രിന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ പ്രിന്റ് ഓപ്ഷൻ ഉണ്ട്. പ്രിന്റ് ഓപ്ഷനിൽ നമുക്ക് ഇത് ഇങ്ങനെ വരുന്നുണ്ട്, കണ്ടോ. നമുക്കിത് വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാം. ഒരു പേജിൽ നമ്മുടെ ഡീറ്റെയിൽസ് ആ ടേബിൾ വരും. നമുക്കിത് ടേബിൾ വരും, മറ്റേ അടുത്ത നെക്സ്റ്റ് പേജിലായിട്ട് നമുക്ക് നമ്മുടെ ഗൺ ചാർട്ടും വരും. ഓക്കെ, ഇത് പേജസ് നമുക്ക് ഓഡ് പേജസ് ആണോ, ഈവൻ പേജസ് മാത്രമാണോ, ഇനി കസ്റ്റം ചെയ്ത് ഫസ്റ്റ് പേജ് കഴിഞ്ഞ് തേർഡ് പേജ് മതിയോ, എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പോർട്രേറ്റ് ആണോ, യൂഷ്വലി നമ്മൾ പ്രിന്റ് ഓപ്ഷൻസ് ഒക്കെ തന്നെയാണ്. പോർട്രേറ്റ് ആയിട്ട് എടുക്കണോ, ലാൻഡ്സ്കേപ്പ് ആയിട്ട് എടുക്കണോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ, കളർ ആണോ, പിന്നെ മോർ സെറ്റിംഗ്സിൽ പേപ്പർ സൈസ് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. A3, A4 അങ്ങനെ പേപ്പർ സൈസ് മെൻഷൻ ചെയ്യാൻ പറ്റും. ഒരു ഷീറ്റിൽ എത്ര പേജസ് വേണം എന്നുള്ളത് മെൻഷൻ ചെയ്യാം. മാർജിൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ കസ്റ്റം സ്കെയില് ഡിഫോൾട്ട് ആണോ എന്നുള്ളത്. പിന്നെ ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ്, ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എന്താ പറയാ, ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഈ രീതിയിൽ വരും. അത് ഓഫ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടും കിടക്കുന്നുണ്ടാവുക. അപ്പൊ അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹോൾഡ് ആണോ എന്താണെന്നുള്ള ആ ഒരു കളറിൽ ആ ഒരു പ്രോപ്പർ നമുക്ക് ഇതിൽ ERP-ൽ എങ്ങനെ തന്നെ കാണുന്നു ആ രീതിയിൽ തന്നെ നമുക്ക് പ്രിന്റ് എടുക്കാനായിട്ടൊക്കെ പറ്റും. എന്നിട്ട് പ്രിന്റ് ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, പിന്നെ ക്രിട്ടിക്കൽ പാത്ത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പൊ ക്രിട്ടിക്കൽ പാത്ത്, നമ്മൾ ഏതെങ്കിലും ഒരു ക്രിട്ടിക്കൽ ടാസ്ക് ഉണ്ട് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പാത്ത് നമുക്ക് ജനറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പ്ലാനിങ്ങിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ പ്ലാനിങ് സേവ് ചെയ്യുക. ഈ ഒരു വിൻഡോ സേവ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ERP പേജും സേവ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ടാസ്ക് മൊത്തത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിങ് സേവ് ആവുള്ളൂ. സോ ഇതാണ് പ്ലാനിങ്ങിനെ പറ്റി നമുക്ക് എങ്ങനെയാണ് നമ്മൾ ERP-യിൽ പ്ലാനിങ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് ഇവിടെ ഇതില് ERP-യിൽ തന്നെ നമ്മൾ ഡയറക്ട്ലി പ്രിന്റ് അല്ലെങ്കിൽ PDF കൺവേർട്ട് ചെയ്യാറില്ല. നമ്മൾ MS പ്രൊജക്റ്റിലോട്ടേക്ക് നമ്മൾ ഇത് ഫോർമാറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിലോട്ട് എക്സ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ PDF ആക്കിയിട്ട് പ്രിന്റ് എടുക്കുന്നത്. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് ഫുള്ള് നമ്മൾ ERP-യിൽ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് പ്ലാനിങ്ങിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലൈക്ക് QC, അതായത് ക്വാളിറ്റി കൺട്രോൾ, QC ചെക്ക് ലിസ്റ്റ് ആണ്. QC ചെക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? QC മീൻസ് ക്വാളിറ്റി കൺട്രോൾ ചെക്ക് ലിസ്റ്റ്. അതായത് നമുക്ക് സൈറ്റിൽ ഒരു വർക്ക് നടക്കുന്നു, ആ വർക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നാളെ സൈറ്റിൽ നടക്കാൻ പോകുന്നത് ഗ്രൗണ്ട് ഫ്ലോറിന്റെ കോളത്തിന്റെ കോൺക്രീറ്റിംഗ് ആണെന്ന് വെക്കുക.
അപ്പൊ നമുക്ക് എന്താണ് ഈ ഒരു QC ചെക്ക് ലിസ്റ്റ് നമ്മുടെ കമ്പനിയിൽ നിന്ന് നമ്മളൊരു QC അതായത് കോളം കോൺക്രീറ്റിങ്ങിന്റെ ഒരു ചെക്ക് ലിസ്റ്റ് എന്തൊക്കെ ആ ഒരു കോളം കോൺക്രീറ്റിംഗ് വർക്ക് നാളെ നടക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സൈറ്റ് എഞ്ചിനീയർ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മളൊരു ചെക്ക് ലിസ്റ്റ് പോലെ പ്രിപ്പയർ ചെയ്തിട്ട് ആ ചെക്ക് ലിസ്റ്റ് നമ്മൾ സൈറ്റ് എഞ്ചിനീയർക്ക് കൊടുക്കും. സൈറ്റ് എഞ്ചിനീയർ അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ QC ചെക്ക് ലിസ്റ്റ്. ഈ QC ചെക്ക് ലിസ്റ്റ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നതിന്റെ പേർപ്പസ് എന്ന് പറയുന്നത് ലൈക്ക് എന്താണ് നമുക്ക് ആ ഒരു വർക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോളം കോൺക്രീറ്റിംഗ് ആണ് നടക്കുന്നതെങ്കിൽ ആ വർക്ക് അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് അതിന്റെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു കുറെ കൂടെ ആക്യുറേറ്റ് ക്വാളിറ്റി ഓഫ് വർക്ക് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ പേർപ്പസ്. എപ്പോഴും QC ചെക്ക് ലിസ്റ്റിന്റെ പേർപ്പസ് എന്ന് പറയുന്നത് ടു എൻഷുർ ദി ക്വാളിറ്റി ഓഫ് വർക്ക് എൻഷുർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാനിപ്പോ ഇവിടെ ഒരു QC ചെക്ക് ലിസ്റ്റിന്റെ ജസ്റ്റ് ഒരു ഫോം ഞാൻ എടുത്തിട്ടുണ്ട് എക്സാമ്പിൾ കാണിക്കാനായിട്ട്. അതായത് ഇത് പ്രീത റെസിഡൻസ്. അപ്പൊ ഇങ്ങനെ ആയിരിക്കും ഒരു QC ചെക്ക് ലിസ്റ്റ് നമ്മൾ സൈറ്റിലോട്ട് കൊടുക്കുക. ജസ്റ്റ് ഒരു ഹെഡിങ്, ഇതിപ്പോ കോൺക്രീറ്റിംഗിന്റെ ഹെഡിങ് ആണ്. സൈറ്റ് എഞ്ചിനീയറുടെ പേരുണ്ടാവും, നമ്മുടെ ഇൻസ്പെക്ഷൻ ഡേറ്റ്, സൈറ്റിന്റെ അഡ്രസ് ഉണ്ടാവും, പ്രൊജക്ട് നെയിം ഉണ്ടാവും. ഇതിപ്പോ പ്രീത റെസിഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. ഏത് ലെവലാണ് അറ്റിക് ലെവൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ്, നമ്മളെ ഹെഡ് റൂം അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ ഒക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവൽ, അതാണ് അറ്റിക് ലെവൽ. ഇപ്പൊ ഗ്രൗണ്ട് ഫ്ലോർ വർക്ക് ആണ് നടക്കുന്നെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ ലെവൽ എന്ന് കൊടുക്കുക. കോൺട്രാക്ടർ, അങ്ങനെ ഡീറ്റെയിൽസും കാര്യങ്ങളും. പിന്നെ ടാസ്ക്, എന്ത് ടാസ്ക് ആണ് നമ്മളിവിടെ കോൺക്രീറ്റിംഗ് ആണെന്ന് പറഞ്ഞു, കോളം കോൺക്രീറ്റിംഗ് അതാണ് നമ്മുടെ മെയിൻ ടാസ്ക്. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു QC ഞാൻ സൈറ്റ് എഞ്ചിനീയർക്ക് കൊടുക്കുന്നു. അപ്പൊ സൈറ്റ് എഞ്ചിനീയർ ചെക്ക് ചെയ്യാണ്. കുറെ അത്യാവശ്യം വാലിഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറെ പോയിന്റ്സ് നമ്മൾ ഈ QC ചെക്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യും. അതെല്ലാം സൈറ്റിൽ എഞ്ചിനീയർ വാലിഡേറ്റ് ചെയ്യും. എല്ലാം സൈറ്റിൽ പ്രോപ്പർ ആയിട്ട് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, എന്തിനാണ് ആ ഒരു വർക്കിന്റെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാനും വേണ്ടിയിട്ട്. ഇപ്പൊ വർക്കബിലിറ്റി, ഇപ്പം സൈറ്റ് എഞ്ചിനീയർ നോക്കുകയാണ് QC വർക്കബിലിറ്റി ചെക്ക് ചെയ്തിട്ടുണ്ടോ. ഓക്കെ, ഇപ്പൊ യെസ് ആണെങ്കിൽ യെസ് കൊടുക്കുക. വേറെ എന്തെങ്കിലും എക്സ്ട്രാ കമന്റ്സ് ഉണ്ടെങ്കിൽ ആ കമന്റ്സിൽ എഴുതാം. പിന്നെ ഈസ് ദ കോൺക്രീറ്റ് കൺസ്യൂംഡ് വിത്തിൻ ദി ഇനിഷ്യൽ സെറ്റിംഗ് പീരീഡിൽ തന്നെ നമ്മൾ കോൺക്രീറ്റ് യൂസ് ചെയ്തോ, പ്രോപ്പർ വൈബ്രേഷൻ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രോപ്പർ ജോയിന്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ, നെക്സ്റ്റ് ലെവലിംഗ് സ്ലോപ്പിംഗ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടോ, സെൻട്രിങ്ങിന്റെ പൊസിഷൻസ് കറക്റ്റ് ആണോ, നമ്മളെ മിക്സ് ഡിസൈൻ ഒക്കെ അപ്രൂവ് ചെയ്തിട്ടുണ്ടോ, ക്യൂബ് കാസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടോ, ഹാൻഡ് മിക്സിംഗ് ആണോ, വാട്ടർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, പിന്നെ നമ്മൾ കോൺട്രാക്ടർ നമ്മുടെ കൺസൾട്ടൻസി പറഞ്ഞ ബ്രാൻഡ് തന്നെയാണോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ടാറ്റ സ്റ്റീൽ ആണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാറ്റ സ്റ്റീൽ തന്നെയാണോ നമ്മൾ റീബാറിന് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ സിമെന്റ് നമ്മളിപ്പോൾ അൾട്രാടെക് ആണെങ്കിൽ പറയുന്നെങ്കിൽ അത് തന്നെയാണോ യൂസ് ചെയ്തത്. ഇതൊക്കെ ആണെങ്കിൽ സൈറ്റ് എഞ്ചിനീയർ അത് ചെക്ക് ചെയ്യും. പിന്നെ എന്താ ലൈക്ക് ബ്രാൻഡ്. ഓക്കെ, നെക്സ്റ്റ് ERP വെൻഡേഴ്സ്, നമ്മൾ ERPയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള വെൻഡേഴ്സ് ഒക്കെ തന്നെയാണോ ഉള്ളത്. പിന്നെ ടൈപ്സ് ഓഫ് സിമെന്റ് യൂസ്ഡ്, ഏത് ടൈപ്പ് സിമെന്റ് ആണ് യൂസ് ചെയ്ത്, പ്ലാസ്റ്റിസൈസേഴ്സ് യൂസ് ചെയ്തോ, വാട്ടർ സ്റ്റോപ്പേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തോ. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഓരോ ടാസ്കിനും ഇപ്പം കോളം കോൺക്രീറ്റിങ്ങിന് അങ്ങനെ ബ്രിക്ക് വർക്ക് നടക്കുമ്പോൾ അതിനൊരു QC കാണും, സ്ലാബ് ആൻഡ് ബീം കോൺക്രീറ്റിങ്ങിന് ഒരു QC ഉണ്ട്. പിന്നെ ബിഫോർ കോൺക്രീറ്റിന് മുന്നേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനും QC പ്രിപ്പയർ ഉണ്ട്. ആഫ്റ്റർ കോൺക്രീറ്റിംഗ് QC ഉണ്ട്. നമ്മൾ ക്യൂറിങ്ങിന് പോലും നമ്മൾ QC ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പ്രോപ്പർ ക്യൂറിംഗ് ഒക്കെ ആണോ നടക്കുന്നതെന്ന് അറിയാനായിട്ട്. റീബാർ വർക്ക് നടക്കുമ്പോൾ ഉള്ള QC, ബ്രിക്ക് വർക്കിനുണ്ട് QC, ഫൗണ്ടേഷൻ, ഓരോ ഈച്ച് ആൻഡ് എവറി ടാസ്ക് പെർഫോമിംഗ് ഇൻ ദി സൈറ്റിന് നമ്മൾ QC പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ഒരു QCയുടെ ഒരു ഫോർമാറ്റ്. അപ്പൊ ഇത് നമ്മൾ ERPയിൽ നമ്മൾ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, ഇത് സൈറ്റുമായിട്ട് നമ്മൾ എങ്ങനെ ലിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അതായത് മാസ്റ്റേഴ്സിൽ നമുക്ക് ആഡ് ഓർ എഡിറ്റ് പ്രൊജക്റ്റിൽ ആഡ് ഓർ എഡിറ്റ് പ്രൊജക്റ്റിൽ നമുക്ക് എടുക്കുക. ആഡ് ഓർ എഡിറ്റ് ടാസ്ക് ഇൻ പ്രൊജക്റ്റ്. ഇപ്പം ഞാൻ തൽക്കാലം പ്രീത റെസിഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ആണ് എടുക്കുന്നത്. അതിൽ ഞാൻ ഗ്രൗണ്ട് ഫ്ലോർ ലെവൽ എടുത്തു. അപ്പൊ കണ്ടോ, നമുക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി നമുക്ക് നേരത്തെ വന്ന പോലെ ആ പ്ലാനിങ്ങിന്റെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളായിരിക്കും വരുന്നത്. ഈ റെഡ് എന്ന് പറയുന്നത് ഓൾറെഡി ഇതൊക്കെ വർക്ക് ഓൾമോസ്റ്റ് 80% കഴിഞ്ഞ ഒരു പ്രൊജക്റ്റ് ആയതുകൊണ്ട് ഇതിലെല്ലാം ടാസ്ക് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്.
ഇപ്പൊ ഞാൻ കോളം കോൺക്രീറ്റിംഗ് ഇപ്പൊ റീസെന്റ് ആയിട്ട് കാണിച്ചതുണ്ട്. അതിന്റെ ഞാൻ ആ കോളം കോൺക്രീറ്റിംഗിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, കണ്ടോ? അപ്പൊ കോളം കോൺക്രീറ്റിംഗ് ആ യൂണിറ്റും ഡീറ്റെയിൽസ് ഒക്കെ വരുന്നു. താഴെ ഇപ്പൊ എന്തൊക്കെ റിസോഴ്സസ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, താഴെ നമുക്ക് ആഡ് ക്യു സി ടൈപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ കോളം കോൺക്രീറ്റിംഗിന്റെ അണ്ടറിൽ ഈ 3 ക്യു സീസ് ആണ് എനിക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അതായത് കോളത്തിന്റെ ചെക്ക് ലിസ്റ്റ്, കോളം പ്രീ ചെക്കിംഗ്, പിന്നെ ചെക്ക് ലിസ്റ്റ് ഡ്യൂറിങ് കോൺക്രീറ്റിംഗിന്റെ സമയത്ത് എന്തൊക്കെയുണ്ട്. ഈ ഓരോ ചെക്ക് ലിസ്റ്റിനകത്ത് നമുക്ക് കുറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് ആ ക്യു സി ടൈപ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ചെക്ക് ലിസ്റ്റ് എല്ലാം ഈ ഒരു കറസ്പോണ്ടിങ് ടാസ്ക്, ഈ കോളം കോൺക്രീറ്റിംഗ് എന്ന് പറയുന്ന ടാസ്കിൽ ഞാൻ ഈ ചെക്ക് ലിസ്റ്റ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വേറൊരു ടാസ്ക് ആണ് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ബ്രിക്ക് വർക്ക് എടുക്കുവാണെങ്കിൽ ആ ബ്രിക്ക് വർക്കിലും ഞാൻ ഈ ആഡ് ക്യു സി ടൈപ്സ് എന്ന് നോക്കുമ്പോൾ എനിക്ക് കണ്ടോ, ഇവിടെ നമ്മൾ പോറോത്തോം ബ്രിക്സ് ആണ്, നോർമൽ ബ്രിക്സ് അല്ല, പോറോത്തോം ബ്രിക്സ് ഉപയോഗിച്ചതുകൊണ്ട് പോറോത്തോം ബ്രിക്ക് മേസൺട്രിയിൽ എന്തൊക്കെ നമ്മൾ ക്യു സി ചെക്കിങ്, ആ ഒരു ക്യു സി ലിസ്റ്റ് ആണ് ഇവിടെ അപ്ലോഡ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഓരോ ടാസ്കിനും നമ്മൾ ക്യു സി അപ്ലോഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ലൈക്ക് ഈ ക്വസ്റ്റ്യൻസ്, ഇപ്പൊ ഞാൻ ഈ PDF പറഞ്ഞ ക്വസ്റ്റ്യൻസും ഇതിന്റെ ആൻസേഴ്സും ഓപ്ഷൻസ് ഒക്കെ നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ മാസ്റ്റേഴ്സിൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ട് സെലക്ട് ചെയ്യുക. അതിനകത്ത് കണ്ടോ ക്യു സി ക്വസ്റ്റ്യൻസ്, ക്യു സി ആൻസേഴ്സ്, ക്യു സി ടൈപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ക്യു സി ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നതെങ്കിൽ ഞാൻ ക്യു സി ക്വസ്റ്റ്യൻസ് എടുത്തു. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്ന് ഇപ്പൊ എനിക്ക് വിത്തിൻ 2 ഡേയ്സിൽ എനിക്ക് സൈറ്റിൽ കോളം കോൺക്രീറ്റിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം എനിക്ക് അതിന്റെ ഒരു ക്യു സി പ്രിപ്പയർ ചെയ്യണം. ഇപ്പൊ ഇതിൽ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോ എന്തെങ്കിലും നിങ്ങൾക്ക് അസൈൻമെന്റ് ആണ് ഇപ്പൊ അങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് പുതിയ ഇത് ക്യു സി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ പുതിയൊരു പ്രൊജക്റ്റിൽ എനിക്കിപ്പോ ക്യു സി ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ ക്വസ്റ്റ്യൻസ്, എനിക്കിപ്പോ കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യണം. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസ് എടുക്കുന്നു. ഇതിൽ തന്നെ ഓൾറെഡി കുറെ ഇതിൽ ആഡപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ ഓൾറെഡി സേവ്ഡ് ആയിട്ടുണ്ട്. വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പുതിയൊരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാം. ഞാനിപ്പോ എടുക്കുന്ന ക്വസ്റ്റ്യൻ ചെക്ക് ഫോർ വർക്കബിലിറ്റി. അപ്പൊ ഞാനത് ടൈപ്പ് ചെയ്യാണ്, ചെക്ക് ഫോർ വർക്കബിലിറ്റി. ഓക്കെ, ഇതിനെ നമുക്ക് ഇതിനെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്. ഞാനിപ്പോ കോളത്തിന് വേണ്ടിയിട്ടായതുകൊണ്ട് എനിക്ക് അതിനെ കോളം ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പിലോട്ട് ആക്കാം. ഇനി ഈ ഒരു ക്വസ്റ്റ്യന് ഞാൻ എന്തൊക്കെ ഓപ്ഷൻസ് എനിക്ക് ചൂസ് ചെയ്യാം. ഇപ്പൊ വോക്കബിലിറ്റി ചെക്ക് ചെയ്തോ, അപ്പം എഞ്ചിനീയറിംഗ് എസ് അല്ലെങ്കിൽ നോ, അല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ, അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ആണെങ്കിൽ അപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ വേറൊരു ക്വസ്റ്റ്യൻ, അതായത് ഏത് ഗ്രേഡ് ഓഫ് സിമെന്റ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് സിമെന്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് എനിക്ക് ടൈപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ യെസും നോയും എനിക്ക് അതിന്റെ കൂടെ തന്നെ വേണമെങ്കിൽ ടൈപ്പ് ഓഫ് സിമെന്റ് ഗ്രേഡോ അങ്ങനെ ഏതാന്ന് വെച്ചാൽ നമുക്ക് അത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ ചൂസ് ചെയ്യുക, അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് കൊടുക്കുക. അപ്പം ആ ക്വസ്റ്റ്യനും അതിന്റെ കറസ്പോണ്ടിങ് ഓപ്ഷൻസും ക്രിയേറ്റ് ആയി കാണും. അതിവിടെ മുകളിൽ തന്നെ ക്വസ്റ്റ്യൻ ക്രിയേറ്റിൽ ആ മാഗ്നിഫൈങ് ഗ്ലാസ് ഞാൻ എടുക്കുകയാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, കുറേ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ക്വസ്റ്റ്യൻ എപ്പോഴും എനിക്ക് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ക്രിയേറ്റ് ആയിട്ടുണ്ടാവുക. ഒരു സെക്കൻഡ്. യെസ്, നോ, നോട്ട് ആപ്ലിക്കബിൾ എന്ന് ക്രിയേറ്റ് കൊടുത്തു.
ഓക്കെ. ഇതുപോലെ എന്റെ ക്വസ്റ്റ്യൻസ് ഇതിൽ ഏറ്റവും താഴെയായിട്ട് ക്രിയേറ്റ് ആയിട്ട് കിടക്കും. ഇതൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. കണ്ടോ? സെൻട്രൽ ലൈൻ. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലെ എന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇവിടെ ഇങ്ങനെ ലാസ്റ്റ് ആയിട്ട് ഉണ്ടാവും. ഓക്കെ. കണ്ടോ? വർക്കബിലിറ്റി, ചെക്ക് ഫോർ വർക്കബിൾ. ഞാനിപ്പോ ക്രിയേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അത് ലാസ്റ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് ഞാൻ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈ ഓപ്ഷൻസിൽ ഇല്ലാത്തൊരു ആൻസർ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ ഏത് ടൈപ്പ് ഓഫ് സിമെന്റ് ആണ് യൂസ് ചെയ്തതെന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ എങ്കിൽ അതിലിപ്പം എനിക്ക് അൾട്രാടെക് എന്നുള്ളൊരു ഓപ്ഷൻ എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. അൾട്രാടെക്. അപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് മാസ്റ്റേഴ്സിൽ ക്വാളിറ്റി കൺട്രോളിൽ എനിക്ക് ക്യൂ സി ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ക്യൂ സി ആൻസേഴ്സിൽ പോയിട്ട് എനിക്കിപ്പോൾ അൾട്രാടെക് സിമെന്റ് എന്നൊരു ഓപ്ഷൻ വേണമെങ്കിൽ, ഒരു ആൻസർ വേണമെങ്കിൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. എന്നിട്ട് ഞാൻ ക്രിയേറ്റ് കൊടുക്കുമ്പോൾ നേരത്തെ നമ്മൾ കണ്ട ഓപ്ഷൻസ് ഇല്ലേ, എസ് നോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൻസേഴ്സിന്റെ ഓപ്ഷൻ വന്നില്ലേ, അവിടെ ഈ അൾട്രാടെക് എന്ന് പറയുന്ന ഓപ്ഷൻ ഈ പറയുന്ന ഒരു ആൻസർ ക്രിയേറ്റ് ആയിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ആൻസേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഏതെങ്കിലും ഒരു കാറ്റഗറിയിലോട്ട് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് നമുക്ക് ഇതിനെ ഗ്രൂപ്പ് ചെയ്യണം. നമ്മളിതിനെ കോളം ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. പക്ഷെ നമുക്കിത് ഏത് ടൈപ്പിൽ അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിലോട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യണം എന്നുള്ളത് ഈ ക്യൂ സി ടൈപ്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ലോഡ് ആവുന്നേ ഉള്ളൂ. ഓക്കെ. ഓക്കെ. അപ്പം ഞാനിപ്പം ഇവിടെ കോളം, സോറി കുറച്ച് ലാഗ് ആണെന്ന് തോന്നുന്നു. കണ്ടോ? കോളം ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ആ കോളം ചെക്ക് ലിസ്റ്റ് എടുത്തപ്പോഴത്തേക്കും നമ്മൾ ഓൾമോസ്റ്റ് അതിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ വന്നിട്ടുള്ളത് അതൊക്കെ നമുക്ക് ഇവിടെ സെലക്ട് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയും എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇപ്പം കോളം ചെക്ക് ലിസ്റ്റ് ഞാൻ അത് എഡിറ്റ് ഓപ്ഷൻ എടുക്കുവാണെങ്കിൽ കുറച്ച് നെറ്റ് ഒന്ന് പെട്ടെന്ന് സ്ലോ ആയെന്ന് തോന്നുന്നു. കുറച്ച് ലാഗ് വരുന്നുണ്ട്. ഉം. കണ്ടോ? അപ്പോൾ നമുക്ക് ഈ കോളം ചെക്ക് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ നമ്മൾ ആഡപ്പ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് ഇവിടെ വരുന്നതായിരിക്കും. ഓക്കെ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്തില്ലേ, ആ ക്വസ്റ്റ്യൻസ് ഒക്കെയും ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഏറ്റവും താഴെ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ഏറ്റവും താഴെ കിടക്കുന്നുണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻസ് എല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ നമുക്ക് ഇതിൽ തന്നെ കുറേ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നമുക്ക് വാലിഡ് ആയിട്ട് തോന്നുവാണെങ്കിൽ ആ ക്വസ്റ്റ്യൻസും നമുക്ക് ടിക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ. എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് കൊടുക്കുമ്പോൾ കോളം ചെക്ക് ലിസ്റ്റിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ക്രിയേറ്റഡ് ആവും. ഓക്കെ.
ഇതിൽ ഓൾറെഡി സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഞാൻ കണ്ടോ ചെക്ക് ഫോർ വർക്കബിലിറ്റി നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പം അത് ഈ കോളം ചെക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയിലകത്ത് നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് വന്ന് കിടപ്പുണ്ട്. അപ്പം ഞാൻ അത് ടിക്ക് ഓപ്ഷൻ കൊടുക്കുകയാണ്. ഇതിപ്പം നെറ്റ് ഇച്ചിരി സ്ലോ ആയതുകൊണ്ട് പേജ് ലോഡ് ആവുന്നേ ഉള്ളൂ. ഞാൻ ഇത് രണ്ടും ഇത് ടിക്ക് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഏറ്റവും മുകളിൽ എൻ്റെ ക്വസ്റ്റ്യൻസ് വന്ന് കിടക്കും. അത് കൂടാതെ എനിക്കിപ്പോൾ വേറെ ക്വസ്റ്റ്യൻസും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ചെക്ക് ലിസ്റ്റിനകത്ത് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതെല്ലാം ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് താഴെ ക്രിയേറ്റ് ഓപ്ഷൻ ഉണ്ട്. അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കറസ്പോണ്ടിങ് ക്യൂസി ക്രിയേറ്റ് ആവും. ഓക്കെ, ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയോ? എനിക്ക് തോന്നുന്നു നെറ്റ് ഇച്ചിരി സ്ലോ ആവുന്നുണ്ട്. അപ്പം ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ, ഇപ്പോൾ ഓൾറെഡി 9 o'clock ആയി. ബാക്കി പോർഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഞാനത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണിച്ചു തരാൻ പറ്റും. ഇതുവരെ പറഞ്ഞതൊക്കെ ഓക്കെ ആണോ? ഓക്കെ, അപ്പോ അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഇതിന്റെ റിമൈനിങ് പോർഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു ഓൾ.